ഇപ്പോൾ മിഥുൻ്റെ മൃതദേഹം വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ഷീജ അവിടെ നിന്ന് ചേരുകയാണ്. രാവിലെ സ്കൂളിലായിരുന്നു പൊതുദർശനം. അവിടെ നിന്ന് വിലാപയാത്രയായിട്ടാണ് ഇപ്പോൾ മൃതദേഹം വീട്ടിൽ എത്തിച്ചത്. ഷീജ, ഷീജയാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുക. ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ശാസ്താംകോട്ട ആശുപത്രിയിൽ നിന്നാണ് മൃതദേഹം സ്കൂളിലേക്ക് പൊതുദർശനത്തിനായി എത്തിച്ചത്. അവിടെ നിന്ന് മണിക്കൂറുകൾ നീണ്ട പൊതുദർശനത്തിന് ശേഷം മിഥുൻ്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു. രാവിലെ അമ്മ നെടുമ്പാശ്ശേരിയിലെത്തി. അവിടെ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷീജ, മൃതദേഹം വീട്ടിൽ എത്തിച്ചു അല്ലേ? തീർച്ചയായും ശരത്ത്, ഇവിടെ വീട്ടിലേക്ക് മിഥുൻ്റെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തെ സങ്കടം കടലാണ് ഇവിടെ തളം കെട്ടി നിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കുഞ്ഞുമകൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്ന വഴിയിൽ തന്നെ എല്ലാവരുടെയും കരച്ചിൽ മാത്രമാണ് നമുക്ക് ഈ വീട്ടിൽ കാണുവാൻ വേണ്ടി കേൾക്കുവാൻ വേണ്ടിയും സാധിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ ചേതനയേറ്റ ശരീരമാണ് അവൻ്റെ സ്വന്തം വീട്ടിൽ ഇപ്പോൾ അവൻ്റെ വീട്ടുമുറ്റത്ത് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നിലവിലിപ്പോൾ അത്രത്തോളം സങ്കടം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സ്കൂളിൽ കണ്ടിരുന്നു. വികാരം, അതായത് സ്കൂളിൽ കണ്ട സങ്കടത്തിനപ്പുറത്തേക്ക് ഇവിടേക്ക് എത്തുമ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം വീട്ടിൽ അവൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും അവനെ കാത്തിരിക്കുന്നത് അവൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ വീട്ടിലേക്ക് ഉള്ള വഴിയിലേക്ക് അവനെ എത്തിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ മൃതദേഹം ഇവിടെ വീട്ടിന് മുന്നിലെത്തിയപ്പോൾ തന്നെ അലമുറയിട്ട് കരയുന്ന സ്നേഹിക്കുന്നവരുടെ ഒച്ചകൾ മാത്രമാണ് നമുക്കിവിടെ കേൾക്കുവാനും കാണുവാനും വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ അവൻ്റെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ വൈകിട്ട് 5:30 വരെയും ഇവിടെ തന്നെയാണ് പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം 5:30യോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ഏതായാലും ഷീജ, മിഥുന്റെ അമ്മ അല്പസമയത്തിനകം എത്തുമോ? എന്താണ് ബന്ധുക്കൾ പറയുന്നത്? ഷീജ, ശരത്ത്, അല്പസമയത്തിനകം തന്നെ മിഥുൻ്റെ അമ്മ കൂടി ഇങ്ങോട്ടേക്ക് എത്തും. അതാണ് ഏവരെയും സങ്കടക്കടലിൽ കൂടുതലായി ആഴ്ത്തുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത്. കാരണം അമ്മ തൻ്റെ മകനെ മികച്ച രീതിയിൽ പഠിച്ചു വളരുവാൻ വേണ്ടി അമ്മുമ്മയുടെ പക്കൽ ആക്കിയാണ് വിദേശത്തേക്ക് ജോലിക്ക് പോയത്. പക്ഷേ ചേതനയേറ്റ തൻ്റെ മകൻ്റെ ശരീരം ആ അമ്മ എങ്ങനെ കാണും, എങ്ങനെ സഹിക്കും ആ വേദന എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ളവരെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവിടെ അല്പസമയത്തിനകം തന്നെ അമ്മ ഇവിടേക്ക് എത്തിച്ചേരും. അമ്മ എത്തുന്നതിന് തൊട്ട് മുൻപായി തന്നെയാണ് ഇപ്പോൾ മിഥുൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ ഇതിനകം തന്നെ അതൊരു ഈ പ്രദേശത്തിന് താങ്ങാൻ കഴിയുന്ന ആളിനേക്കാൾ കൂടുതൽ ഒരു പേരാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. മിഥുൻ്റെ ബന്ധുക്കൾ മാത്രമല്ല, മിഥുനെ അറിയുന്നവർ നമ്മൾ നേരത്തെ സ്കൂളിൽ കണ്ടിരുന്നു. നിരവധി പേർ ഒഴുകി മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഉള്ള വലിയ തിരക്ക് തന്നെയാണ്, വലിയ ജനസഞ്ചയം തന്നെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം അത്രത്തോളം മിഥുനെ അടുത്തറിഞ്ഞവർ, ആ വാർത്തകളിലൂടെ അറിഞ്ഞവർ പോലും ഇവിടേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ വികാരനിർഭരമായ കാഴ്ചകൾ നമുക്ക് പറഞ്ഞ് അതിൻ്റെ ആ സങ്കടം എത്രയാണ് എന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. അത്രത്തോളം വലിയ ഒരു സങ്കടക്കടലിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും നമുക്ക് മിഥുൻ കളിച്ചു വളർന്ന അവൻ്റെ സ്വന്തം വീടാണ്. ആ വീട്ടിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അവൻ്റെ ചേതനയേറ്റ ശരീരം എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവൻ വളരെ സന്തോഷവാനായി എന്നും പോകുന്നത് പോലെ സ്കൂളിൽ പോയതാണ്. പക്ഷേ അവൻ്റെ ചേതനയേറ്റ ശരീരം ഇങ്ങനെ ഈ രീതിയിൽ തിരിച്ച് വരും എന്നുള്ള കാര്യം ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ്റെ കുടുംബം ഒന്നടങ്കം ആ സങ്കടത്തിൽ അവൻ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളാൻ പോലും ആ കുടുംബത്തിന് ഇതുവരെയായി സാധിച്ചിട്ടില്ല എന്നതുകൂടിയാണ് കൂട്ടിച്ചേർക്കേണ്ടത്. ഏതായാലും
അത്രത്തോളം വലിയ സങ്കടം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ വീട്ടിലും പ്രദേശത്തും വീടിനും പരിസരത്തും എല്ലാമായി ഉള്ളത്. കാരണം വീട്ടിനകത്ത് നിന്ന് അവൻ്റെ അമ്മുമ്മയും സഹോദരങ്ങളും ഒക്കെ കരയുന്ന കാഴ്ചയാണ് നമുക്ക് ഒരു ഭാഗത്ത് കാണുന്നതെങ്കിൽ പുറത്ത് ഇവിടെ ഈ അവനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി വന്നിട്ടുള്ള നിരവധി പേരുണ്ട്. അവരുടെ സങ്കടം ആണ് മറുഭാഗത്ത് കാണുന്നത്. ഇങ്ങനെ ആകെ സങ്കട കാഴ്ച മാത്രമാണ് നമുക്ക് ഈ വീടിന് ചുറ്റുമായി കാണുവാൻ സാധിക്കുന്നത്. അവൻ കളിച്ചു വളർന്ന അവൻ്റെ സ്വന്തം വീടാണ്. ആ വീട്ടിലേക്കാണ് ഇപ്പോൾ അവൻ ഓടിക്കളിച്ച് വളർന്ന വീട്ടിലേക്കാണ് ഇപ്പോൾ ജീവനില്ലാത്ത രീതിയിൽ അവൻ്റെ അവസാന യാത്രയിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇവിടേക്ക് കൃത്യമായി അല്പസമയത്തിനകം തന്നെ അമ്മയെ കൂടി ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അമ്മ യാത്രാമധ്യയാണ്. രാവിലെ 9 മണിയോട് കൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അമ്മ വന്നത്. അവിടെ നിന്നും കാർ മാർഗത്തിൽ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് അമ്മയെ എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തന്നെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ സങ്കടക്കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അമ്മ കൂടി വരുമ്പോൾ ഉള്ളൊരു സാഹചര്യം അതെന്താകും എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും വിഷമത്തിലാഴ്ത്തുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം ഇവിടെ വരുന്ന ആർക്കും സഹിക്കാൻ കഴിയുന്ന ഒരു സങ്കടമല്ല. കാരണം എല്ലാവർക്കും അവരുടെ സ്വന്തം വീട്ടിലെ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദന തന്നെയാണ് നമുക്ക് ഇവിടെ എത്തുന്ന ഓരോ വ്യക്തിയുടെ മുഖത്തും കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ശരത്ത് പറഞ്ഞതുപോലെ മിഥുൻ്റെ ഈ ഒരു മരണം അത് കേരളത്തിൻ്റെ ആകെ ദുഃഖമായി മാറുന്നു. അങ്ങനെ എല്ലാവരുടെയും മനസ്സുകളിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട് പോലെയാണ് അത്. അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതുതന്നെ അന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഇത് ആ വീടിൻ്റെയോ അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെയോ മാത്രം നഷ്ടമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടതുപോലെയാണ് യഥാർത്ഥത്തിൽ ഈ മരണം നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ദുഃഖകരമായ അന്തരീക്ഷം അതുതന്നെയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ നേരത്തെ സ്കൂളിലും ഷീജ എത്തിയിരുന്നു, പൊതുദർശനം നടന്ന സ്കൂളിൽ എത്തിയിരുന്നു. അവിടെയും ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം ഒട്ടേറെ ആളുകൾ, ഒരുപക്ഷെ ആ സ്കൂൾ കോമ്പൗണ്ടിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം ആളുകളെ കണ്ടു. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ആ വീടിൻ്റെ പരിസരത്തും കാണുന്നത്. ഉള്ള സ്ഥലത്ത് വരുന്ന ആളുകൾക്ക് അത്രയും കാണാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ അവിടെ ഇപ്പോൾ ഈ മഴക്കാലമാണ്, അതൊക്കെ കരുതി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ. എങ്കിൽ പോലും ഒന്ന് ക്രമീകരിക്കാനാവാത്ത വിധം ആളുകൾ വരുന്നുണ്ട് മിഥുനെ കാണാൻ ആ വീട്ടിലേക്കും, അല്ലെ, സ്കൂളിലെ പോലെ തന്നെ. സഹപാഠികൾക്കും പുറമെ ആ പ്രദേശവാസികൾ ആകെ എത്തിയിരുന്നു. അവനെ വാർത്തയിലൂടെ മാത്രം അറിഞ്ഞ ചിലരുണ്ട്. അവർ പോലും അവനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആ രീതിയിൽ അവനെ ഒരു നോക്ക് കാണുവാൻ എത്തുന്നവരുടെ കണ്ണുകൾ അത് പറയും അവൻ എത്രത്തോളം പ്രിയപ്പെട്ടവരാണ് ഓരോ അവിടെ എത്തിയ വ്യക്തിക്കും എന്നുള്ളത്. അത് ആ നിര നീണ്ടുപോയത് കാരണമാണ് പൊതുദർശനമടക്കം നീണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ടായി. 12 മണിക്ക് പൊതുദർശനം പൂർത്തിയാക്കണമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ പൊതുദർശനം അത് 12 മണിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. 12:45 കൂടിയാണ് പൊതുദർശനം പൂർത്തിയാക്കുവാൻ വേണ്ടി സാധിച്ചത്. അതിനുശേഷമാണ് മൃതദേഹം അവിടെ നിന്നും അവൻ്റെ വീട്ടിലേക്കുള്ള യാത്ര അവൻ പുറപ്പെട്ടത്. ആ വീട്ടിലേക്കുള്ള യാത്രയിൽ പോലും വഴിയിലുടനീളം റോഡിനിരുവശത്തും അവനെ കാത്ത് നിരവധി പേരാണ് ഉണ്ടായിരുന്നത്. അത് അവൻ്റെ വീടെത്തുന്നത് വരെയും ആ ഒരു നിര തുടർന്നു എന്നുള്ളതും അവൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഓരോ വ്യക്തികൾക്കും ഈ നാടിനൊന്നടങ്കം എത്രത്തോളം പ്രിയപ്പെട്ടവരാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. ഏതായാലും ഇപ്പോൾ ഇവിടെ വീട്ടിലും നമുക്ക് കാണാൻ കഴിയുന്നത് സമാനമായൊരു സാഹചര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൂളിൽ കണ്ടതിനപ്പുറത്ത് ഉള്ള വൈകാരിക നിമിഷങ്ങളാണ് വീട്ടിലിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ്. കാരണം വീട് അവൻ ജനിച്ചു വളർന്ന വീടാണ്. അവനായി രൂപപ്പെടുത്തിയ വീടാണ്. അവൻ കളിച്ചതും പിണങ്ങിയതും തൻ്റെ സഹോദരങ്ങളുമായി പിണങ്ങിയതും ഇണങ്ങിയതുമെല്ലാം അവൻ അങ്ങനെ വളർന്ന വീടാണ്. ആ വീട്ടിലേക്കാണ് ഇപ്പോൾ അവൻ